ഹലോ ചേട്ടാ, നമസ്കാരമുണ്ട്. പകിടകളി സിനിമ ഡയറക്ടർ ഉണ്ട് കൂടെ. അപ്പം നിങ്ങളുടെ രണ്ട് വാക്ക് പറയോ, ഓഡിയൻസ് നമ്മുടെ റെസ്പോൺസ് ഒക്കെ കണ്ടിട്ട് എന്ത് പറയണോ? അല്ല, ഭയങ്കര സന്തോഷം. ഇങ്ങനൊരു സിനിമ മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങനൊരു വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിക്കാൻ സാധിച്ചു. അത് കുറേ ആൾക്കാരുടെ കൂടെ അത് കാണിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഭയങ്കര സന്തോഷം. ഓക്കെ. അപ്പം ഈ പറഞ്ഞ പോലെ ഫോണിൽ ഷൂട്ട് എന്നുള്ള പുതിയൊരു കോൺസെപ്റ്റ് ആണോ വെച്ചാൽ മേ ബി ലൈക്ക് ഐഫോൺ 15 Pro Max നമ്മളിപ്പം കറണ്ട് 17 അങ്ങനെയൊക്കെ ഓടുന്നു. പക്ഷേങ്കിൽ 15 Pro Max ചെയ്യാൻ വെച്ചാൽ ആ ഒരു കോൺഫിഡൻസ് ലൈക്ക് അതെങ്ങനെയായിരുന്നു ലൈക്ക് അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ് വന്നത്? ചില കാര്യങ്ങളൊക്കെ നമുക്ക് നിവൃത്തികേടുകൾ എന്ന് പറയും. ചില സാധനങ്ങൾ നമ്മൾ ചൂസ് ചെയ്യുന്നത് അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ ആ രീതിയിൽ പോകുമ്പോൾ നമ്മൾ അതിൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രം നോക്കിയിട്ട് പോകും. പക്ഷേ ഇതിന് ഈ സിനിമയ്ക്ക് പ്രോപ്പറായിട്ട് പ്രൊഡ്യൂസറൊക്കെ ഉണ്ടായിരുന്നു. കറക്റ്റായിട്ട് നമ്മളൊരു ഷോർട്ട് ഫിലിം ചെയ്യണം എന്നുള്ളൊരു പദ്ധതിയോട് കൂടിയിട്ടാണ് പോയതെന്നുണ്ടെങ്കിലും റണ്ണിങ്ങിന് നമ്മളിതൊരു സിനിമയാക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് മാറായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതിനനുയോജ്യമായിട്ടുള്ള അതർ സ്റ്റേറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു കളർ ടോൺ പോലല്ല, ഭയങ്കര രസകരമായിട്ടുള്ള കളർ ടോണാണ്. നിങ്ങൾക്ക് അത് കാണുമ്പോൾ അവിടുത്തെ ഒരു കൾച്ചർ, അവിടുത്തെ ആൾക്കാരുടെ രീതി, അവിടുത്തെ ഫെസ്റ്റിവലുകൾ, ഇതെല്ലാം പടത്തിൽ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു ആൾക്കാരൊക്കെ ലൈവായിട്ട് നമ്മളിതിൽ അഭിനയിപ്പിച്ചുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ശരിക്കും നമ്മളൊരു സിനിമ ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഭയങ്കരമായിട്ട് സന്തോഷം കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഐഫോൺ ഉപയോഗിച്ച് ചെയ്തുകൊണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം. കാരണം ആൾക്കാർക്ക് ഫോണാകുമ്പോൾ കുറച്ചുകൂടി കംഫർട്ടബിൾ സ്പേസ് പോലെയാവും. കാരണം വലിയ ക്യാമറ സെറ്റ് ആൾക്കാരാകുമ്പം ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു ക്യാമറ ഒരു ഫേസിങ് ഇഷ്യൂ ചിലപ്പോൾ ഉണ്ടാവും. പക്ഷേ ഇതൊരു ഐഫോൺ ആകുമ്പോൾ നോർമലി എല്ലാവർക്കും ഒരു ഫോൺ പിടിച്ചെടുക്കുന്നവരിലാകുന്നത് പ്രോബ്ലം എടുത്തിട്ടുണ്ടാവും. ഇത് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ ഒരു സിനിമയുടെ പാറ്റേൺ പോലെ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ ആൾക്കാരെ നിർത്തിയിട്ട് ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ടായിരുന്നില്ല. നമ്മൾ കഥാപാത്രങ്ങൾ ഓരോ സിറ്റുവേഷനിലേക്ക് അവരുടെ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്ത് കൊടുത്തിട്ട് ഇന്നതാണ് നിന്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ട് അവർ അഴിച്ചുവിടും. അവർ പിന്നാലെ ഫോളോ ചെയ്ത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴാണ് അവർക്ക് അറിയുള്ളൂ നമ്മളത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര രസകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു അങ്ങനെ ചെയ്യാനായിട്ട് സാധിച്ചത്. ക്യാമറ ആണെങ്കിൽ ട്രൈപോഡ് വയ്ക്കണം, അതിൻ്റെ ഒരു കാര്യങ്ങൾ നോക്കണം, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് സഡനാണ്, നമുക്ക് പെട്ടെന്ന് ഒരു കാര്യം കണ്ടോ, അയ്യോ അവിടെ ഒരു ആക്സിഡൻറ്റ് തട്ടുന്ന നമുക്ക് അലിക്ക് പോകാം, അല്ലെങ്കിൽ അവിടെ ഒരു ഫെസ്റ്റിവൽ ഓടുന്ന വണ്ടി നമുക്ക് വേണമെങ്കിൽ നിർത്തിയിട്ട് നമുക്ക് പെട്ടെന്ന് ഷൂട്ടിന് ഇറങ്ങാം. അപ്പോൾ ആർട്ടിസ്റ്റുകൾ എപ്പോഴും പ്രിപ്പയർ ആയിട്ട് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു സിനിമ ചിത്രീകരിച്ച് അത് ഇങ്ങനെ ഒരു സ്ക്രീനിൽ പ്രദർശിപ്പിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ നാളെയും കുറച്ച് സ്ക്രീനുകളാണുള്ളത്, അധികം വലിയ സ്ക്രീനുകളില്ല, വലിയ സിനിമകൾ കളിക്കുന്ന സമയമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഒരു കുട്ടി സ്ക്രീനുകളൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പരമാവധി ആളുകൾ എവിടെയാണ് പടം ഉള്ളതെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നമ്മളെടുത്ത എഫർട്ട്, നമ്മളെടുത്ത വലിയ കാര്യം അങ്ങനെയൊന്നും പറയുന്നില്ല. സിനിമ കണ്ട് സിനിമയുടെ അഭിപ്രായം പറയുക, നല്ലതാണെങ്കിൽ നല്ലത് പറയുക, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ പറയുക എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും കാണണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ഈ സിനിമ എവിടെ സഞ്ചരിക്കണമെന്ന് തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ്. നമ്മൾ പലയിടങ്ങളിൽ സഞ്ചരിച്ചിട്ടൊക്കെ ഷൂട്ട് ചെയ്ത് വന്നിട്ടുള്ള ഒരു സിനിമ, പക്ഷെ ആ സിനിമ എവിടെ വരെ പോകണം തീരുമാനിക്കുന്നത് നിങ്ങളാണ്, പ്രേക്ഷകരാണ്. സാധ്യത കൂടി ഉണ്ടായില്ല. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ സംഭവങ്ങളും നടക്കട്ടെ, എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ജനങ്ങൾ തിരിച്ചറിയട്ടെ. കുറേ ആൾക്കാർക്കുള്ളൊരു അവസരം കൂടിയാണ് ഞാൻ ഇതിൽ നോക്കുമ്പോഴേ നമ്മൾ ഇവിടെ കുറേ ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് സിനിമ ചെയ്യാൻ സാധിക്കുന്നില്ല, സിനിമയിൽ എത്താൻ പറ്റുന്നില്ല, എനിക്ക് പ്രൊഡ്യൂസർ കിട്ടുന്നില്ല, നിർമ്മാതാവിന് കിട്ടുന്നില്ല. ഇപ്പോൾ ടെക്നിക്കലി നമ്മുടെ കയ്യിലുള്ള ഈ ഫോൺ ഉപയോഗിച്ചിട്ട് വരെ നമുക്കൊരു സിനിമ ചിത്രീകരിക്കാൻ എനിക്ക് സാധിക്കും എന്നുള്ളൊരു സാധ്യതയുടെ ഒരു ശ്രമം മാത്രമാണ് ഇപ്പോൾ സ്ക്രീനിൽ കണ്ടത്. ഇതിലാണെന്നുണ്ടെങ്കിൽ പാതിരാത്രി 2 മണിക്ക് നമുക്ക് ഷൂട്ട് വേണം തോന്നി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എല്ലാം റെഡി ആയിട്ട് അപ്പോൾ തന്നെ ക്യാരക്ടറായിട്ട് അവർ എത്തും. ഇതുപോലെ ഒരുപാട് രസകരമായിട്ടുള്ള അനുഭവങ്ങളും എന്താ പറയുക, നമ്മുടെ ബാംഗ്ലൂർ സ്ട്രീറ്റിലൊക്കെ നമുക്ക് രസകരമായിട്ടുള്ള ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു സ്ട്രീറ്റ് മുഴുവൻ നമ്മുടെ ചിത്രീകരണത്തിന് വേണ്ടി കാവലിരുന്നിട്ടുണ്ട്. അതിലത്തെ ഒരു ചെറിയ കുട്ടികളുടെ സീനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവരൊക്കെ സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്ക് പല സ്ഥലങ്ങളിലും പോയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചു. പല ആളുകളുടെയും എല്ലാവരുടെയും എഫർട്ട് ഇതിലുണ്ട്, ഒരാളുടെ അല്ല, ഒരു ടീമിൻ്റെ പവറാണ് ഈ സിനിമ. അതൊരു ഐഫോൺ 15 Pro എന്നുള്ള രീതിയിലേക്ക് ചുരുങ്ങി പോകാതെ വലിയ സ്ക്രീനുകളിലേക്ക് പടരട്ടെ, എല്ലാവരിലേക്കും എത്തട്ടെ, എല്ലാവരും സിനിമയെക്കുറിച്ച് സംസാരിക്കട്ടെ എന്നുള്ളത് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. താങ്ക് യു സോ മച്ച്.